ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. വീണ്ടും എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെപ്പോഴും പറയാൻ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കടയിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. അത് റെഗുലറായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, കണ്ട, ഈ ഏട്ടൻ അത്രയും ദൂരത്തുള്ളത്, ഈ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് ഞാൻ രാവിലെ വാതിലടക്കുമ്പോൾ ഇല്ല ഒരു ഡിസ്റ്റൻസാണ്. ഏട്ടൻ അപ്പോഴേക്കും സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് താഴേക്ക് വരും. ആ ഒരു ഡിസ്റ്റൻസ് എപ്പോൾ ഉണ്ടാവും. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. പിന്നെ അവരെ അടുത്തേക്ക് ഓടിയെത്തണം ഞാൻ, അല്ലാണ്ട് നടന്നാലൊന്നും എത്തൂല. അവർ വേഗം സ്പീഡിൽ നടക്കും. പിന്നെ അങ്ങനെ എന്താ പറയുക, ഞാൻ ഏട്ടനെ ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഈ ഏരിയയിലൊന്നും ആരുമില്ല, എല്ലാവരും പിന്നെ എന്താ പറയുക, ഉറക്കത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇരുട്ടാണ് ഫുള്ളായിട്ട് അപ്പുറത്തെ ഭാഗത്ത്. ഈ സ്ട്രീറ്റ് ലൈറ്റ് ഈ റോഡിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്തടത്തൊക്കെ എന്താ പറയുക ഇരുട്ടാണ്. അതാ കണ്ട, ലൈറ്റില്ലാത്തവർക്ക് ഭയങ്കര ഇരുട്ടാണ്, പേടിയോ. പിന്നെ ഇവിടെ അധികം ബംഗാളികളും നമുക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാരാണ് ഉണ്ടാവുക. പരിചയമില്ല, ഇവിടെ ഇല്ല ആൾക്കാരെ പരിചയമുണ്ടാവും, പക്ഷെ അല്ലാത്തവരെ നമുക്ക് അറിയേയില്ല. ഞാനിപ്പം ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സാധനം കൊടുക്കുന്നതിന് മുന്നേ തന്നെ 2 ആൾക്കാർക്കാണ് കൊടുക്കുക. അത് 2 നായ്ക്കളാണ് കേട്ടോ. നമ്മളെ കാത്തിരിക്കും, ഇവിടെ കട തുറക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. കണ്ടോ, ഇതാ ഒരാൾ ഇവളാണ്, കണ്ട. ഇനി അടുത്തൊരാൾ അപ്പുറം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര എന്താ പറയുക, വൈകിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ബലണ്ടാക്കും. ഭയങ്കര സ്നേഹമാണ് ഈ 2 നായി. ഈ കറുത്ത നായി ഇവിടെ പിന്നെ ഷോപ്പിൽ തന്നെ രാത്രിയിൽ കാവലാണ്. മറ്റേ നായി ഞങ്ങളെ കൊണ്ടുവിടും, റൂം വരെയും കൊണ്ടുവിടും. അങ്ങനെയാണ്. അതിന് ഒന്ന് പിന്നെ ഫസ്റ്റ് തന്നെ ഒന്ന് വായിൽ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തന്നെ ഇതിട്ട് കൊടുക്കണം. ഓരോരു എന്താ പറയുക നിയമമാണ്. അപ്പോൾ നായ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 പെണ്ണ് നായിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഈ നായ്കളെ വന്ധ്യംകരണം ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും നായ്ക്കൾ പ്രസവിക്കാറില്ല, ഒരുപാട് തവണ പ്രസവിക്കാറുണ്ട്. ഇവിടെ ഇപ്പം ഈ 2 നായ്ക്കളെയും വന്ധ്യംകരണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പക്ഷേ എന്താ പറയുക, ഇവിടെ നല്ല എഫക്റ്റ് ആയിരുന്നു വന്ധ്യംകരണം ചെയ്തതിന്. പിന്നെ ഈ ഏരിയയിലൊക്കെ ഒരു നായിനെ അടുപ്പിക്കില്ലത്. ഇവള് ഭയങ്കര ദേഷ്യക്കാരിയാണ്. ഏതെങ്കിലും ഒരു നായി ആ ഒരു ഏരിയ വിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കും. കണ്ട, പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ സ്റ്റാർട്ടിങ്. നായ്കളെ എല്ലാവരും പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഓടിച്ചു കഴിഞ്ഞവള്. ഇതിപ്പോൾ മര്യാദക്ക് തിന്നേന്ന് നോക്കിയേ. നല്ല സ്നേഹമാണ്. ഞങ്ങൾ പിന്നെ എന്താ പറയുക, എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകുന്നൊരു നായികയാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇടാൻ തരാം. ഓക്കെ.